പിന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹ പ്രവാസ ജീവിതത്തിലേക്ക് പോയ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ആളുകളായിരുന്നു. അവർ സ്ഥിരമായി ഒഴിവു സമയങ്ങളിൽ അശ്ലീല വീഡിയോകൾ കാണാൻ മദ്യപാനം ഉണ്ടായിരുന്നു. ഈ മദ്യപാനത്തിൽ അദ്ദേഹം പെട്ടില്ല. പക്ഷേ ഈ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്തു, ഈ അശ്ലീല കാഴ്ചകൾ അദ്ദേഹം കണ്ടു തുടങ്ങി. വിവാഹം കഴിച്ചാൽ ഇത് ശരിയാവുമെന്ന് അദ്ദേഹം വിചാരിച്ചു. കുറച്ച് വൈകിയാണ്, സഹോദരിമാരുടെ വിവാഹങ്ങളുണ്ട്, കുറച്ച് വൈകിയാണ് വിവാഹം കഴിഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്, പിന്നെ കുട്ടികളൊക്കെ ആയി, പക്ഷെ ഇപ്പോഴും വർഷത്തിൽ നാട്ടിൽ വരുന്ന ആ കുറഞ്ഞ ദിവസങ്ങൾ, അതുപോലെ റമദാൻ മാസം, ഈ മാസങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് അശ്ലീല കാഴ്ചകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യയെ വിദേശത്തേക്ക് കൊണ്ടുപോയി നിർത്തിയ കുറഞ്ഞ ദിവസങ്ങൾ, ആദ്യം നിസ്കാരവും സംഗതികളൊക്കെ ഒഴിവായിരുന്നു. ഇപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാഹ് ഒക്കെ ക്ലിയർ ആണ്. ഇസ്ലാമികമായ കർമ്മങ്ങളും സംഗതികളൊക്കെ കൃത്യമായി എന്ത് ചെയ്യുന്നു, പാലിച്ചു പോരുന്നു. അപ്പോൾ ധാരാളം നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്, പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നിയന്ത്രണം നഷ്ടമാകുന്നു. ഇതിൻ്റെ സംശയം, ഞാനൊരു മുനാഫിഖാണോ, പടച്ചോ എനിക്ക് പുറത്തു തരുമോ, ഇത് ഞാൻ അന്ന് ചെയ്തതിന് പടച്ചോ എനിക്ക് തരുന്ന ശിക്ഷയാണോ, എല്ലാവർക്കും നല്ലത് മാത്രമേ എന്നെക്കുറിച്ച് പറയാനുള്ളൂ, ഇത് സ്വകാര്യതയിൽ നടക്കുന്ന കാര്യമാണ്. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലായ കാര്യം, രണ്ട് പരിഹാരമാണ് ശരിക്ക് ഈ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളെ നിയന്ത്രിക്കാനുള്ളത്. ഒന്ന് ഭാര്യ അടുത്തുണ്ടാവുക എന്നുള്ളതാണ്, രണ്ടാമത്തത് നോമ്പാണ്. നോമ്പ് എന്ത് ചെയ്യും, നമുക്ക് ഇത്തരം വൈകാരികതകളെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് വിശ്വാസമ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് നോമ്പ് നോൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോമ്പിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ശരിക്കും എന്ത് ചെയ്യാണ്, നോമ്പ് നോൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. അതേപോലെ തന്നെ ഭാര്യ അടുത്തുണ്ടായപ്പോഴും നാട്ടുണ്ടായപ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയാളുടെ ഉപദേശിക്കാനുള്ള എന്താ വെച്ചാൽ, ഇത്തരം ഒരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഭാര്യയുടെ കൂടെ നിൽക്കാൻ എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഗൗരവമായിട്ട് ചിന്തിക്കണം. ജോലി ഇവിടെയും കിട്ടുമല്ലോ. ഇങ്ങനെ ഭാര്യയെ മാറ്റി നിർത്തിയാൽ താൻ ഹറാമിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഭാര്യനെ കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ജോലി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുക, അതല്ലെങ്കിൽ നാട്ടിൽ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയോടത്തോളം ഒരു തെറ്റും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നവരിലും സംഭവിക്കുന്ന ഒരു തെറ്റാണ് ഇത് ലൈംഗികത. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്ര കുറ്റബോധം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ഇതിങ്ങനെ ഒരു അഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എല്ലാം തൗബ ചെയ്ത് മടങ്ങിയാലും ഒരു സന്ദർഭം വരുമ്പോഴേയും അതിലേക്ക് പോകും. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഈ അഡിക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും അതിനെക്കുറിച്ചുള്ള ഒരു സൂചന തലച്ചോറിന് കിട്ടിയാൽ തലച്ചോറ് എന്ത് ചെയ്യും, അതിവേഗത്തിൽ പാഞ്ഞു പോകും അങ്ങോട്ട്. ഒരു സ്ത്രീക്ക് കോൾ ചെയ്യുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരാൾ എപ്പോഴെങ്കിലും കോണ്ടാക്ട്സ് നോക്കുമ്പോൾ, വേറെ കോണ്ടാക്ട്സ് നോക്കുമ്പോൾ, സെർച്ച് ചെയ്യുമ്പോൾ ഈ സ്ത്രീൻ്റെ കോണ്ടാക്ട് വന്നാൽ മതി. ആ വരുന്നോട് കൂടി നമ്പറല്ല അയാൾ കാണുക, ആ സ്ത്രീയുമായി അയാൾക്കുണ്ടായിരുന്ന സർവ്വ ആസ്വാദനങ്ങളുടെയും ചിത്രം തലച്ചോറിൽ തുറക്കും. പിന്നെ അയാൾക്കുള്ള കൺട്രോൾ കിട്ടൂല. അതാണ് ഇത്തരം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനുള്ളൊരു പ്രശ്നം. അതാണ് ലൈംഗികതയ്ക്ക് വലിയൊരു ആസ്വാദനമുണ്ട്. ഈ ആസ്വാദനങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടിയാൽ പോകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത്തരം സൂചനകളും ഇത്തരം ചിന്തകളും വരുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ കൺട്രോൾ ഇല്ല, കൺട്രോൾ കിട്ടില്ല എന്ന് പറയണ്ടല്ലോ, ഇവരൊക്കെ എപ്പോഴും മോട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അത് എപ്പോഴും അവർ പ്രചോദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പലഹാരം വെച്ച ഒരു ഗ്ലാസിന്റെ കൂട് കാണുമ്പോൾ ഒരു പലഹാരം കിട്ടിയെങ്കിലും തോന്നൂലേ, അതൊരു കാഴ്ച നമ്മളിൽ ആഗ്രഹം ജനിപ്പിക്കുമല്ലോ. അപ്പൊ ഈ വീഡിയോസും ഇതൊക്കെ നിരന്തരം കാണുന്ന ഒരാള് ആഗ്രഹത്തിന്റെയും താല്പര്യത്തിന്റെയും പാരമ്യതയിൽ എത്തുകയാണ്. പിന്നെന്താ, സ്വാഭാവികമായിട്ട് കൺട്രോൾ വിട്ടു പോവുകയാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത്തരം കാഴ്ചകളെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ ഈ ലൈംഗികമായ ആസക്തിയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്.